നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാവുകയാണ്. സാന്ദ്ര തോമസിനെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്നു. അയാൾ ഇവിടെ 4 പടവേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ അയാൾ 10 പടം ചെയ്തില്ലാന്നല്ലോ. ആ 10 പടത്തിൽ ഏതെങ്കിലും 3 പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് മത്സരിക്കാം. ഒരാൾ ഈ പോസ്റ്റിലേക്ക് മത്സരിക്കണം. എക്സ്പീരിയൻസ് അല്ലെ? അപ്പൊ ഞാൻ 3 പടം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എന്ത് കാര്യമായാലും നിഷ്പക്ഷമായി സാറിനെ പോലൊരാൾ ഇവിടെ നിൽക്കുന്നത് നിഷ്പക്ഷമായിട്ടൊരു കാര്യം ചെയ്യാൻ നിഷ്പക്ഷതയില്ലാതെ സാർ നിഷ്പക്ഷമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സാർ തെറ്റായിട്ടാണ് ഇപ്പൊ ഒരു തീരുമാനം എടുക്കുന്നത്. നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കുന്നത് അല്ലേ? അതില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കുന്നത്? എല്ലായിടത്തും ഇരിക്കുന്നത് ഇവര് തന്നെയല്ലേ? രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനെയല്ല തീരുമാനിക്കണം. അത് മത്സരിച്ച് ജയിച്ച് കാണിക്കരുത്. അല്ലാതെ ഇങ്ങനത്തെ പൊയ്ക്കറവ് കാണിക്കല്ലോ വേണ്ടത്. സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? വല്ലവരുടെ കൊടുക്കാൻ പറ്റിയ കൊടുക്കും. വിശാലിനെയൊക്കെ അതിന്റെ ഇടയിലിട്ട് ആ പരിപാടി എല്ലാം കാണിച്ചു. അത്രയും ഡ്രാമ കാണിച്ചതാ. ചെയ്തടി ചെയ്യും. നിർമ്മാതാക്കളുടെ സംഘടനയിൽ അതിനാടകീയമായ രംഗങ്ങളാണ്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാനുള്ള സാധ്യത തെളിയുകയാണ്. റിയ ബേബി വിവരങ്ങളുമായി. റിയ, നേർക്കുനേർ വാക്കുതർക്കം ഉൾപ്പെടെ സാന്ദ്ര തോമസും സുരേഷ് കുമാറും നേർക്കുനേർ വാക്കുതർക്കം ഉൾപ്പെടെ പ്രേക്ഷകർ കാണുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? രതീഷ്, ഇന്നാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പത്രിക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. അത് നടക്കുന്നിടയിലാണ് ഇപ്പോൾ വാക്കുതർക്കം ഉണ്ടായിരിക്കുന്നത്. സാന്ദ്ര പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവിലേക്കുമാണ് പത്രിക നൽകിയത്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ബൈലോ പ്രകാരം ഒരംഗം മത്സരിക്കണമെങ്കിൽ 3 സിനിമ സ്വന്തമായി നിർമ്മിക്കണമെന്നുള്ളതാണ്. ഇതാണ് ഒരു തർക്കത്തിന് കാരണമായത്. സാന്ദ്ര തോമസ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഭാഗമായി 7 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 സിനിമകൾ ഫ്രൈഡേയുമായി മാറിയതിനു ശേഷം 2 സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സാന്ദ്ര പറയുന്നത് ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിലുള്ള സിനിമകളൊക്കെ സാന്ദ്ര തോമസ് എന്ന പേരിൽ തന്നെയാണ് അത് സെൻസർ ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രൊഡ്യൂസർ സാന്ദ്ര തന്നെയാണ്. അതിനുശേഷം താൻ ആ ഫേം മാറി എന്നുള്ളത് മാത്രമാണ്. പിന്നീട് 2 സിനിമ സ്വതന്ത്രമായും ചെയ്തു. അപ്പോൾ എന്റെ പേരിൽ നിൽക്കുന്ന സിനിമകൾ എങ്ങനെ എന്റേതല്ലാതായി മാറുമെന്ന ചോദ്യമാണ് സാന്ദ്ര ചോദിക്കുന്നത്. പക്ഷേ നിർമ്മാതാക്കൾ അത് അംഗീകരിക്കുന്നില്ല. വരണാധികാരി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അക്കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് തർക്കമുണ്ടായത്. സുരേഷ് കുമാറും സാന്ദ്ര തോമസും നേർക്കുനേർ തർക്കത്തിൽ ഏർപ്പെടുന്ന കാഴ്ച കണ്ടു. വരണാധികാരി നിഷ്പക്ഷമായിരിക്കണമെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. രാകേഷ് അല്പം മുമ്പ്
സ്വന്തമായി സിനിമ നിർമ്മിക്കുന്നവർ മത്സരിക്കട്ടെ എന്നൊരു പ്രസ്താവന നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇത്തരത്തിലൊരു സൂക്ഷ്മ പരിശോധനയോ തർക്കമോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു, തന്നെ മത്സരിപ്പിക്കാൻ തിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. താൻ മത്സരിച്ച സൂചന നേരത്തെ തന്നെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൂചന നമുക്കും ലഭിച്ചിരുന്നോ? അത്തരമൊരു നീക്കം നടക്കുന്നതായി തോന്നുന്നുണ്ടായിരുന്നു റിയ? അതെ, സാന്ദ്ര തോമസ് കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇതൊരു വേറെ ഇവിടെ എന്തോ പുകമറ എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ വരാൻ പാടില്ല. വളരെ കൃത്യമായ കാര്യങ്ങളോടുകൂടി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഫയൽ എടുത്ത് സാറ് പരിശോധിക്കണം. അതിന് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അത് കൃത്യമായിട്ട് എൻട്രി ചെയ്യണം, അല്ലാതെ പറ്റത്തില്ല.